ശ്രീ പി വി അൻവർ, നമുക്ക് ചില കാര്യങ്ങളുടെ വ്യക്തതയിലേക്ക് കൂടി വരാം. നോക്കൂ, ഈ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പ്രധാനമായും വിരൽ ചൂണ്ടിയിരിക്കുന്നത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ്. ഒന്ന് ADGP MR അജിത് കുമാർ, രണ്ടാമത്തെയാൾ SP സുജിത് ദാസ്. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലം കൈ ഔദ്യോഗിക തലത്തിൽ എന്ന് തന്നെ പറയാവുന്ന MR അജിത് കുമാറിനെ താങ്കൾ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു? എൻ്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്. താങ്കൾ ഒരു വലിയ സമരം ഒരു ഓൺലൈൻ മാധ്യമത്തിനെതിരായിട്ട് നടത്തി. അത് മറുനാടൻ മലയാളിയാണ്, നമുക്കെതിരെ അറിയാവുന്നതുപോലെ. ആ മറുനാടൻ മലയാളിയുടെ പത്രാധിപരായിട്ടുള്ള ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതാണോ അജിത് കുമാറിനെതിരായി ഒരു നീക്കം നടത്താൻ താങ്കളെ പ്രേരിപ്പിച്ചത്? സത്യത്തിൽ അതാണ് എൻ്റെ കണ്ണ് തുറപ്പിക്കുന്നത്. MR അജിത് കുമാറിനെതിരെ നീങ്ങാനുള്ള കാരണം അതല്ല. ഇത്രയും വലിയൊരു ക്രിമിനലിനെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന നിലപാട് എന്തുകൊണ്ട് കേരളത്തിലെ ADGP എടുക്കുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുമല്ലോ. അതുപോലെയുള്ളൊരു ക്രിമിനലിനെ സഹായിക്കണമെങ്കിൽ അതിനും വലിയ ക്രിമിനലിസം മൈൻഡിലുണ്ടാവണം. അപ്പോഴാണ് എൻ്റെ ഉണ്ണി ഞാനിതിലെ അന്വേഷണത്തിലേക്ക് കിടക്കുന്നത്. ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഇതിൻ്റെ അന്വേഷണത്തിൽ തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിനൊക്കെ ഇദ്ദേഹം പിന്തുണയാണ്. ഇദ്ദേഹം ആളെ വിട്ട് തട്ടിക്കുകയല്ല. ഈ ചെയ്യുന്ന ഇവിടുത്തെ ഈ സ്വർണ്ണ കള്ളക്കടത്തും മറ്റു കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ലോബികളുടെ ഒരു പാർട്ടായി മാറുകയാണ് അദ്ദേഹം. വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് കേട്ടോ. ഒരു ജനപ്രതിനിധിയാണ് താങ്കൾ നിയമസഭാ സാമാജികനാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനസഭയിൽ അംഗമായിരിക്കുന്ന താങ്കൾ പറയുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്നയാളാണ് എന്ന്. അങ്ങനെ പറയുമ്പോൾ വളരെ ലളിതമാണ്. എൻ്റെ ചോദ്യം വളരെ ഡയറക്റ്റാണ്. നോക്കൂ, ഒരു സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗുണ്ടാ നേതാവ് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. ഒരു ഘട്ടത്തിൽ താങ്കൾ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഉപമിച്ചത് ദാവൂദ് ഇബ്രാഹിമുമായിട്ടാണ്. ചെറിയ ആരോപണമല്ല അത്. അതായത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP തന്നെ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു, ആളെ വിട്ട് കൊല്ലിക്കുന്നു, കൊല്ലുന്ന ആളുകളെ സംരക്ഷിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ചുമ്മാതങ്ങ് പറയാൻ കഴിയില്ല. ഒരു സാധാരണക്കാരന് പോലും പറയാൻ കഴിയില്ല. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ജനപ്രതിനിധിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾക്ക് ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ തെളിവുകളുണ്ടോ താങ്കളുടെ പക്കൽ, ശ്രീ പി വി അൻവർ? നമുക്ക് കാണാം ഉണ്ണി. ഇല്ല എന്ന് പറയട്ടെ, അപ്പോൾ നോക്കാം. ഇനി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വരും. ഞാൻ അങ്ങനെ അവിശ്വസിക്കുന്നില്ല. കാരണം അങ്ങ് സധൈര്യം ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നിശ്ചയമായും താങ്കൾക്ക് താങ്കളുടെ ആർഗ്യുമെൻറ്റിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന അതിന് ഉപോത്ബലകമായ തെളിവുകൾ താങ്കൾ കരുതി വെച്ചിട്ട് തന്നെയാവും ഈ വാർത്താ സമ്മേളനം നടത്തുക എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പ്രശ്നം ഇതൊരു നിയമവിഷയമായി മാറാൻ പോകണം. സംസ്ഥാനത്തെ ADGPയെ കുറിച്ച് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണകക്ഷിയിൽപ്പെട്ട MLA പറയുന്ന ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് കേസിന് പോകാം, ഒരു പൊതുതാൽപര്യ ഹർജിയിലേക്ക് പോകാം. അങ്ങനെയൊക്കെ ഒരു നിയമയുദ്ധത്തിലേക്കാണ് ഇത് പോകുന്നത് എങ്കിൽ താങ്കൾക്ക് കൃത്യമായി തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. അക്കാര്യത്തിൽ താങ്കൾക്ക് താങ്കളെക്കുറിച്ച് തന്നെ ഒരു സംശയവുമില്ലല്ലോ. ഞാൻ പരിപൂർണ ബോധവാനാണ് ആ കാര്യത്തിൽ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് തെളിയിക്കപ്പെടേണ്ടതാണ് എന്നതിൽ എനിക്കൊരു തർക്കവുമില്ല എൻ്റെ ഉണ്ണി. ഇതങ്ങ് പറഞ്ഞാണ്ട് അങ്ങാടി പാട്ട് പാടി പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഞാൻ പറഞ്ഞത്.